അങ്ങനെ ആദ്യമായി ഘടോൽഗജന് പറ്റിയ ഒരു എതിരാളി യുദ്ധഭൂമിയിലെത്തി. ഇത്രയും കാലം അനായാസമായി ശത്രുക്കളെ വധിച്ചുകൊണ്ടിരുന്ന ഘടോൽഗജൻ ആദ്യമായി ആ യോദ്ധാവിന്റെ മുൻപിൽ വിയർത്തു. ശക്തമായ പോരാട്ടം അവിടെ നടന്നു. പകൽ മുഴുവൻ നീണ്ട ഈ പോരാട്ടത്തിൽ ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിച്ചില്ല. എന്നാൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ യുദ്ധത്തിന്റെ സ്വരൂപം തന്നെ മാറി. ഇരുട്ടിന്റെ മറവിലെ ഘടോൽഗജന്റെ നൃത്തം കർണനെ പലതവണ ആശയക്കുഴപ്പത്തിലാക്കി. കർണന്റെ കയ്യിൽ പെടാതെ അയാൾ കൗരവരെ ആക്രമിക്കാൻ തുടങ്ങി. വലിയ രീതിയിൽ തന്നെ ഘടോൽഗജനും അയാളുടെ സൈന്യവും കൗരവ പടയെ മുട്ടുകുത്തിക്കാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് കർണന്റെ ഹൃദയത്തിൽ കടുത്ത വേദന പടർന്നു. ആ സമയം അയാളുടെ മനസ്സിൽ ആ മാരകമായ ആയുധത്തെക്കുറിച്ചുള്ള ചിന്ത മിന്നിപ്പോയി. കർണ, ഈ ആയുധത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് ആരുടെ നേരെയാണോ നീ ഉപയോഗിക്കുന്നത് അവരുടെ മരണം സുനിശ്ചിതമാണ്. വളരെയധികം ആലോചനകൾക്ക് ശേഷം മാത്രം നീ ഇത് ഉപയോഗിക്കുക. കാരണം ഈ അമ്പ് നിനക്ക് ഒറ്റ തവണയെ ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ അർജുനനെ നോക്കിയപ്പോൾ ആ ചിന്ത കർണനിൽ നിന്നും പോയി. ഉടനടി കർണൻ തന്റെ സകല ബലവും സകല വൈദഗ്ധ്യവും ഘടോൽഗജനിലേക്ക് മാത്രം തിരിച്ചു. പക്ഷെ കുറച്ച് സമയത്തിനു ശേഷം കർണന് തന്നെ സ്വയം അത്ഭുതം തോന്നി. കാരണം ഇത്രയും വർഷങ്ങളായി യുദ്ധത്തിൽ താൻ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു ഇത്. എത്ര ശ്രമിച്ചിട്ടും എത്ര ശക്തിപ്രയോഗം നടത്തിയിട്ടും ഘടോൽഗജനെ വീഴ്ത്താൻ അയാൾക്ക് പറ്റുന്നില്ല. ഉടൻ തന്നെ ദുര്യോധനൻ കർണന്റെ അടുത്തെത്തി. കർണ, ഘടോൽഗജനെ വീഴ്ത്തിയാൽ അടുത്തത് അർജുനൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഘടോൽഗജനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം, അല്ലെങ്കിൽ നമ്മുടെ സൈന്യം മുഴുവനും നശിച്ചു പോകും. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നിന്റെ ആയുധം ദയവായി പ്രയോഗിക്കൂ. കർണൻ ഞെട്ടി. ദുര്യോധനൻ തന്റെ മുന്നിൽ അപേക്ഷിക്കുന്നു. താൻ കാരണം ദുര്യോധനന്റെ കണ്ണുകളിൽ വേദന വന്നിരിക്കുന്നു. ദുര്യോധനന്റെ മുഖത്ത് ഈ ഒരു ഭാവം ഒരിക്കലും വരരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ താൻ കാരണം അത് വന്നിരിക്കുന്നു. കർണന്റെ ഹൃദയത്തെ പൂർണ്ണമായും അത് തകർത്തു. ദുര്യോധന, അങ്ങ് മഹാരാജാവാണ്, അത് മറക്കരുത്. ദയവായി ഒരിക്കലും ഇനി എന്നോട് അപേക്ഷിക്കരുത്. അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ തന്റെ സുഹൃത്തിന്റെ അപേക്ഷയിൽ കർണൻ അത് ചെയ്തു. ഘടോൽഗജന്റെ ജീവൻ അയാൾ എടുത്തു. കൗരവ പടയുടെ ആർത്തനാദങ്ങൾ യുദ്ധഭൂമിയിൽ പ്രതിധ്വനിച്ചു. സന്തോഷം കൊണ്ട് ദുര്യോധനന്റെ കണ്ണു നിറഞ്ഞു. ഉടനടി തന്നെ കർണൻ ദുര്യോധനന്റെ അടുത്തെത്തി. ദുര്യോധന, അങ്ങയുടെ മുഖത്ത് ഈ ഭാവമാണ് ചേർച്ച. ദുര്യോധനന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം കർണനാണെന്ന് അയാൾക്ക് ആ നിമിഷം തോന്നി. യുദ്ധത്തിന്റെ 15-ാം ദിവസമായി. ആ പ്രഭാതത്തിൽ ദ്രോണാചാര്യരുടെ കണ്ണുകളിൽ തീക്ഷ്ണതയും മുഖത്ത് ദൃഢതയും കാണാമായിരുന്നു. പ്രഭാതത്തിൽ തുടങ്ങിയ അയാളുടെ ആക്രമണം വളരെ സാധാരണമായിരുന്നു. ഒരു സമയം പാണ്ഡവരിലെ 1-2 പേർ പതുക്കെ വീഴാൻ തുടങ്ങി. യുധിഷ്ഠിരൻ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്തില്ല. അർജുനനും ഭീമനും മറ്റ് കൗരവ യോദ്ധാക്കളുമായി കഠിന പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ സമയം കടന്നു പോകുന്തോറും കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ദ്രോണാചാര്യരുടെ ആക്രമണം കൂടുതൽ കൃത്യവും വേഗതയുള്ളതുമായി. പാഞ്ചാല സൈനികർ മുഴുവനായും ആദ്യം വീണു. തുടർന്ന് മത്സ്യസേനയിലെ യോദ്ധാക്കൾ, ശേഷം ചേതി രാജാക്കന്മാരുടെ സൈനികരും വീഴാൻ തുടങ്ങി. ഓരോ നിമിഷവും പാണ്ഡവരുടെ സേനാംഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഏറ്റവും ഭയാനകമായത് ദ്രോണാചാര്യരുടെ കണ്ണുകളിലെ മാറ്റമായിരുന്നു. അതിൽ കരുണയോ സംശയമോ ലേവലേശമില്ലായിരുന്നു. പാണ്ഡവ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ദ്രോണാചാര്യർ ഇപ്പോൾ തീർത്തിരിക്കുന്നു. എങ്ങനെയെങ്കിലും ദ്രോണാചാര്യരെ തടയണം. കൃഷ്ണന്റെ ശബ്ദത്തിൽ സാധാരണയുള്ള മധുരമേ ഉണ്ടായില്ല. പക്ഷെ എങ്ങനെ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേർക്കുനേർ നിന്ന് പൊരുതുവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ദ്രോണാചാര്യരിൽ ഇപ്പോൾ നാം കാണുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപമാണ്. വർഷങ്ങളോളമുള്ള യുദ്ധാനുഭവവും അളവറ്റ അസ്ത്രവിദ്യയും ആ ശരീരത്തിലുണ്ട്. അതിനെല്ലാം ഉപരി ഇപ്പോൾ അദ്ദേഹത്തിന് വികാരപരമായ ബാധ്യതകളൊന്നുമില്ല. അദ്ദേഹം പൂർണ്ണമായും യുദ്ധത്തിനായി സമർപ്പിതനാണ്. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും കൃഷ്ണ? ഞാൻ പറഞ്ഞല്ലോ, ഈ അവസ്ഥയിൽ ആചാര്യനെ തോൽപ്പിക്കുക അസാധ്യമാണ്. പക്ഷെ തോൽപ്പിക്കാതിരുന്നാൽ നാം പരാജയപ്പെടുന്നതിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ പകുതി നശിച്ചു. നാളെ ഇതേ രീതിയിൽ തുടർന്നാൽ
സന്ധ്യയാകുമ്പോഴേക്കും നമുക്ക് പോരാടാൻ ആരുമുണ്ടാകില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ എന്താണ് വഴി കൃഷ്ണ? കൃഷ്ണൻ അർജുനനെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. ദ്രോണാചാര്യർ അതിശക്തമായി പോരാടുകയാണ്. പെട്ടെന്നാണ് ഭീമന്റെ ശബ്ദം അയാളുടെ ചെവികളിലേക്ക് എത്തിയത്. അശ്വത്ഥാമ! ഭീമസേനന്റെ ആ ഗർജനം കേട്ട് ദ്രോണാചാര്യരുടെ ഹൃദയം വിറച്ചു. തന്റെ പ്രിയപുത്രന്റെ പേരിന്റെ ആ മുഴക്കത്തിൽ എന്തോ അനിഷ്ടത്തിന്റെ സൂചനയുണ്ടായിരുന്നു. ഉടൻ തന്നെ അയാൾ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് നീങ്ങുവാൻ തുടങ്ങി. എന്താണ് ഭീമന്റെ ഭാഗത്തു നിന്നും ഒരു ശബ്ദം? അശ്വത്ഥാമ മരിച്ചിരിക്കുന്നു. ദ്രോണാചാര്യരുടെ ലോകം തകർന്നു വീണിരിക്കുന്നു. ഇത്രയും നേരം യുദ്ധത്തിൽ അചഞ്ചലമായി നിന്ന ആ മഹാരഥൻ ഒരു നിമിഷം കൊണ്ട് ഒരു സാധാരണ പിതാവായി മാറി. യുദ്ധഭൂമിയിലെ ബഹളം അയാൾ കേൾക്കാതെയായി. ശരീരം മുഴുവനും തളർന്നു. കയ്യിലുണ്ടായിരുന്ന ആയുധം പെട്ടെന്ന് ഭാരമായി തോന്നി. അത് അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് താഴേക്ക് വീണു. ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം ആ നിമിഷം മരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ എന്താണ് വഴി കൃഷ്ണ? അപ്പോൾ പിന്നെ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ദ്രോണാചാര്യരെ മാനസികമായി തകർക്കുക, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കുലുക്കുക. അർജുനന്റെ കണ്ണുകൾ വിടർന്നു. ആചാര്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അദ്ദേഹത്തിന് ആകെയുള്ള ബന്ധം തന്റെ പുത്രനാണ്. ഈ ലോകത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും അതുതന്നെയാണ്. അത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനസികമായി തകർക്കാൻ നമ്മുടെ മുന്നിലെ വഴി അശ്വത്ഥാത്മാവാണ്. അശ്വത്ഥാത്മാവിന്റെ മരണം. പാണ്ഡവരെല്ലാം ചെറുതായി ഒന്ന് ഞെട്ടി. കൃഷ്ണ, അശ്വത്ഥാമാവിനെ വധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. വധിക്കാൻ ഞാൻ പറഞ്ഞു അർജുന. അശ്വത്ഥാമയുടെ ഒരു മരണവാർത്ത മാത്രം മതി, അതും വിശ്വസിക്കാൻ കഴിയുന്ന ആളിൽ നിന്നും. കൃഷ്ണന്റെ ആ അഭിപ്രായം പാണ്ഡവരെ പൂർണ്ണമായും ഞെട്ടിച്ചു. അതായത് വ്യാജവാർത്ത പറയാനോ, അസത്യം പറയാനോ? ഒരിക്കലും നടക്കില്ല. എന്റെ മനസാക്ഷി ഇതിനെ സമ്മതിക്കുന്നില്ല. സ്വന്തം ഗുരുവിനോട് കള്ളം പറയുക, അതും അദ്ദേഹത്തിന്റെ പുത്രന്റെ മരണത്തെക്കുറിച്ച്. യുധിഷ്ഠിര, നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് നോക്കുക. നമ്മുടെ സൈന്യത്തിന്റെ പകുതി നശിച്ചിരിക്കുന്നു. ദ്രുപദൻ, വിരാടൻ തുടങ്ങിയ നമ്മുടെ പ്രധാന സഖ്യകക്ഷികൾ വധിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ കടോൽക്കജൻ വരെ വധിക്കപ്പെട്ടു. എത്ര പേർ കൂടി ഇനി വീഴണം? കൃഷ്ണന്റെ വാക്കുകളിലൂടെ എല്ലാവരും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി. ഒരാളെ കൊല്ലണം, അയാളുടെ പേര് വിളിച്ചു പറയണം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. കൃഷ്ണന്റെ ആ വാക്കുകൾ ഭീമനെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയി. പാണ്ഡവരുടെ ആനകളെല്ലാം വനത്തിൽ തന്നെയായിരുന്നു കെട്ടിയിരുന്നത്. അപ്രതീക്ഷിതമായി ആയിരുന്നു ആ രാത്രി കൃഷ്ണൻ അവയെ കാണുവാനായി വന്നത്. എന്തിനാണ് കൃഷ്ണ അങ്ങ് ആനയ്ക്ക് പേരിടുന്നത്? ചില സമയങ്ങളിൽ അങ്ങേ മനസ്സിലാവുകയേയില്ല. അതുപോട്ടെ, പേരെന്താണ്? അശ്വത്ഥാത്മാവ്. എന്നാൽ അത്രയും നേരം കൃഷ്ണൻ വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ പോയതെങ്കിലും അതിനുശേഷം ചെറിയൊരു മാറ്റമുണ്ടായി. ദ്രോണാചാര്യരുടെ ആയുധമില്ലാത്ത ആ ഇരിപ്പ് ഒരാളെ വളരെയധികം അസ്വസ്ഥമാക്കി. ദൃഷ്ടദ്യുമ്നൻ. എന്റെ സിംഹാസനം നിങ്ങളുടേതായിരിക്കും ദ്രോണ. അറിവില്ലാത്ത സമയത്ത് താൻ നൽകിയ വാക്കിനെ ചൊല്ലി തന്നെ ബന്ധനാക്കിയ ദ്രോണയോട് അടങ്ങാത്ത പകയായിരുന്നു ദ്രുപദനിൽ ഉണ്ടായിരുന്നത്. മാസങ്ങൾക്ക് ശേഷം ഒരാൺകുട്ടി ജനിച്ചു. ജനിച്ച ദിവസം മുതൽ തന്നെ ദ്രോണാചാര്യരെ ശത്രുവായി കാണാൻ അയാൾ ആ കുട്ടിയെ പഠിപ്പിച്ചു. ആ കുട്ടിയുടെ ഉള്ളിൽ പകയുടെയും പ്രതികാരത്തിന്റെയും വിഷം അതിവേഗത്തിൽ തന്നെ അയാൾ കുത്തിവെച്ചു. ശേഷം ആയുധാഭ്യാസത്തിന് ദ്രോണാചാര്യരുടെ അടുത്ത് തന്നെ അയാൾ വിടുകയും ചെയ്തു. തനിക്കെതിരെയുള്ള ആയുധമാണെന്നറിഞ്ഞിട്ടും ആ സമയം ദ്രോണർ അവനെ ആയുധാഭ്യാസം പഠിപ്പിച്ചു. അയാൾ ദ്രോണയെ നോക്കി തന്നെ കുറെ നേരം നിന്നു. വർഷങ്ങളായി അയാൾ കാത്തിരുന്ന സമയം അടുത്തു എന്ന് അയാൾക്ക് തോന്നി. പിതാവിന്റെ ആഗ്രഹം സഫലമാക്കാനുള്ള സമയം ഇപ്പോൾ അടുത്തു എന്ന് അയാൾക്ക് മനസ്സിലായി. ശേഷം അയാൾ ദ്രോണയ്ക്ക് നേരെ കുതിച്ചു. ഉടനടി തന്റെ വാളെടുത്ത് അയാൾ ദ്രോണയുടെ തലവെട്ടി.
കൗരവപ്പട ആ കാഴ്ച കണ്ട് നിശ്ചലമായി. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് സൈന്യാധിപനായ ദ്രോണ അവർക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു മൂകാവസ്ഥ അവിടെ വ്യാപിച്ചു. അശ്വത്ഥാമ വിവരമറിഞ്ഞ് ഉടൻ തന്നെ എത്തി. അയാൾക്കും ആ കാഴ്ച താങ്ങാൻ കഴിയുന്നതിലുമപ്പുറമായിരുന്നു. അന്നത്തെ ദിവസം ആ ഒരു നിശബ്ദതയിൽ അവസാനിച്ചു. ദ്രോണാചാര്യർ ഇല്ലാതായാൽ കൗരവർ വീഴുമെന്ന് കരുതിയ പാണ്ഡവരുടെ കണക്കുകൂട്ടൽ ചെറുതായി ഒന്ന് തെറ്റി. ദ്രോണരുടെ അഭാവത്തിൽ കൗരവ പടയ്ക്ക് പുതിയ ഒരു സേനാധിപൻ വന്നു. ധർമ്മൻ. ആ സമയം സൈന്യത്തിന്റെ മനോഭാവം തന്നെ മാറി. അയാളുടെ ശബ്ദം കൗരവ പടയിലെ ഓരോ യോദ്ധാവിന്റെയും ഉള്ളിൽ പുതിയ ഊർജമെത്തിച്ചു. പാണ്ഡവ സേനയിലെ യോദ്ധാക്കൾ കർണന്റെ ഭയാനകമായ പോരാട്ടം കണ്ടുപറച്ചു. അയാളുടെ ധനുസിൽ നിന്ന് പുറപ്പെടുന്ന അമ്പുകൾ ഇടിമിന്നലുകൾ പോലെയായിരുന്നു. ഓരോ അമ്പും കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തുകയും ശത്രുക്കളെ വീഴ്ത്തുകയും ചെയ്തു. യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ അങ്ങനെ ഓരോരുത്തരും കർണന്റെ അമ്പുകൾക്ക് മുന്നിൽ പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ വിചിത്രത എന്തെന്നാൽ അയാൾ പാണ്ഡവ സഹോദരന്മാരിൽ ആരെയും തന്നെ കൊല്ലുന്നുണ്ടായിരുന്നില്ല. പാണ്ഡവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാനം യുദ്ധക്കളത്തിൽ പാണ്ഡവരിൽ അർജുനൻ മാത്രം ബാക്കിയായി. കർണൻ തന്റെ രഥം അർജുനന്റെ ദിശയിലേക്ക് തിരിച്ചു. വർഷങ്ങളായി അയാൾ കാത്തിരുന്ന യുദ്ധം അതായിരുന്നു. എന്നാൽ രഥം തിരിച്ചുകൊണ്ടു പോകുമ്പോൾ ഒരു കാഴ്ച കർണന്റെ ശ്രദ്ധയാകർഷിച്ചു. യുദ്ധക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു കൊടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. കർണൻ വിട്ടുപോയ പാണ്ഡവരിൽ ഒരുവൻ ഭീമസേനൻ, എതിരാളി ദുശാസനൻ. രണ്ട് യോദ്ധാക്കളും സമമായ ശക്തിയോടെ പോരാടുകയായിരുന്നു. എന്നാൽ സമയം കടന്നുപോകുന്തോറും ഭീമന്റെ ക്രോധം കൂടുതൽ ശക്തമായി. വർഷങ്ങളായി അടിഞ്ഞുകൂടിയ പ്രതികാരത്തിന്റെ തീ അയാളുടെ ഓരോ അടിയിലും പ്രതിഫലിച്ചു. ദുശാസന, നിന്നിലെ രക്തം ഞാൻ കുടിക്കും. ഇത് ഭീമന്റെ വാക്ക. ഭീമന്റെ ഗദ ദുശാസനന്റെ തലയിൽ പൂർണ്ണ ശക്തിയോടെ പതിച്ചിരിക്കുന്നു. ദുശാസനൻ താഴെ വീണിരിക്കുന്നു. ഉടനടി ഭീമൻ ദുശാസനന്റെ നെഞ്ചു പൊളിച്ചു. ശേഷം ഭീമൻ അയാളുടെ ചോര കുടിക്കുവാൻ ആരംഭിച്ചു. ആ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിലെ എല്ലാ യോദ്ധാക്കളും നിശബ്ദരായി. കർണനും ആ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയി.